ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസമായി നമ്മൾ വീണ്ടും വീഡിയോ അങ്ങനെ മുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കൊച്ചിനും പനിയാണ്, എനിക്കും ചെറിയ പനിയും തൊണ്ടവേദനയും ഒക്കെയാണ് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് വീഡിയോ അങ്ങനെ മുടങ്ങിപ്പോകുന്നത് ഇപ്പം ഒരാഴ്ച കൊണ്ട്. അപ്പോൾ ദേ നമ്മളെന്നും പതിവ് പോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ ഇവിടെ ചെയ്യുവാണ്. രാവിലെ ലൈൻ പൈപ്പിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ രാവിലെ പിടിച്ച് വെക്കുന്നതായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ രാവിലത്തെ ജോലി. അപ്പോൾ അത് രാവിലെ ടാങ്കുകളിലെല്ലാം നിറച്ചങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ ഇനിയൊരു 2 മാസം കൂടി നമുക്ക് കിണറിൽ അത്യാവശ്യത്തിനുള്ള വെള്ളം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നീ പൈസ കൊടുത്ത് കുടിക്കാനൊക്കെ വെള്ളം നമ്മൾ പൈസ കൊടുത്താണ് മേടിക്കുന്നത് കേട്ടോ. ലൈൻ പൈപ്പിലെ വെള്ളം മൊത്തം ബ്ലീച്ചിങ് പൗഡറൊക്കെ വിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റാവശ്യങ്ങൾക്ക് നമ്മൾ അതിൽ നിന്ന് എടുക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഘട്ടം ഘട്ടമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഒരു ദിവസത്തെ വീഡിയോ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇത് ഞാൻ കൊച്ചിനെ കൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അത് കുറച്ചേ എടുത്തോളൂ, സുഖമില്ല. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇപ്പോൾ സ്കൂളിലൊന്നും പോക്കില്ല. പിന്നെ 2 ദിവസം നമുക്ക് അവധിയായിരുന്നല്ലോ, മകരവിളക്കിൻ്റെയും പൊങ്കലിൻ്റെയൊക്കെ അവധിയായിട്ട് നമുക്ക് അവധിയാണ് സ്കൂളിൽ. അപ്പോൾ ഇതേ അന്ന് ദിവസം രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഞാൻ ഇഡ്ഡലി തട്ടൊക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു, മാവൊക്കെ ഒഴിച്ച് ഇഡ്ഡലിയൊക്കെ ആവിയൊക്കെ കയറ്റി പുഴുങ്ങിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റാണ് കേട്ടോ വെച്ചത്. പിന്നെ അതേ കുറേ മാങ്ങ ഉണ്ടല്ലോ, നമ്മുടെ മാങ്ങ എങ്ങനെയെങ്കിലും പൊഴിഞ്ഞ് വീഴുന്നു. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പൊഴിഞ്ഞ് പോകാറുണ്ട്, പക്ഷേ ഇത് വല്ലാത്തൊരു പൊഴിച്ചിലായിപ്പോയി കേട്ടോ. മൊത്തവും തറയിൽ ഇനിയും ഒരു കൊട്ട ഇതിൽ നിന്നും ഉണ്ട് കേട്ടോ, തറയിലൊക്കെ കിടപ്പുണ്ട്. ഒരുവിധമൊക്കെ നല്ലത് നോക്കി ഞാൻ പറക്കി എടുത്തിട്ട് നമുക്ക് ഉപ്പിലിടാൻ വേണ്ടി എടുത്തതാണേ. ചെറിയൊരു കയ്പ്പും ഉണ്ട്, കാരണം പൊട്ടുമാങ്ങയല്ലേ, കണ്ണിമാങ്ങ പരുവം പോലും ആയില്ല, തീരെ പൊട്ടാണ്, ചെറിയ കയ്പ്പുണ്ട്. എന്നാലും ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. കണ്ടമാനം ഇതുപോലെ അങ്ങ് പൊഴിഞ്ഞു പോവുക, കാറ്റുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതോ ഇനി എന്തോ അറിയത്തില്ല, പക്ഷേ പൊഴിഞ്ഞു പോവാം. നമ്മളെന്തായാലും ഒരു മാമ്പഴക്കണിയൊക്കെ കെട്ടിയത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല കേട്ടോ. വണ്ടൊന്നും കുത്തിയിടുന്നതല്ല ഇത്, അല്ലാണ്ട് പൊഴിഞ്ഞു വീഴുന്നതാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, അപ്പുറമൊക്കെ ഉള്ള വീടുകളിലെ മാവിൽ നിന്ന് ഇതുപോലെ തന്നെ പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ എന്തായാലും കുറേയൊക്കെ നുള്ളിപ്പറക്കി രാവിലെ എടുത്തിട്ട് ഇങ്ങനെ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇച്ചിരി ഇളം ചൂട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ. അതിൽ കറയുണ്ട്, എങ്ങനെ ഇട്ടാലും ചെറിയ കയ്പുണ്ട് കേട്ടോ. ഉപ്പിലിട്ട് വെച്ചാലും നല്ല കയ്പുണ്ട്, ചെറിയ കയ്പല്ല, നല്ല കയ്പുണ്ട്. ഒരു ചെറിയൊരു പുളിയുടെ ഇതായി വരുന്നില്ല മാങ്ങ, ചെറിയ ഇപ്പം തുടക്കമായിട്ട് വരുന്നില്ലേ ഉള്ളൂ, അതിൻ്റെ ഇതാണ് കേട്ടോ. അങ്ങനെ മാങ്ങ ഞാൻ പറക്കിയെല്ലാം കൂടെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് അനിയത്തി ഇവിടെ പാത്രമൊക്കെ കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുറ്റത്ത് കൊണ്ടുപോയിട്ടാണ് തേച്ച് മെഴുക്കി എടുക്കാറ്. വെള്ളത്തിൻ്റെ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പൈപ്പിൽ നിന്ന് നമ്മൾ തുറന്ന് വിട്ട് നമ്മൾ കിണറിൽ നിന്ന് അടിക്കുന്ന വെള്ളമാണെങ്കിലേ അത് മൊത്തം അങ്ങ് പോവും, പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും ടാങ്കിൽ. അപ്പം വൈകുന്നേരം അടിക്കേണ്ടി വരും ടാങ്കിൽ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു പ്രാവശ്യം മാത്രം മോട്ടർ ഇടുന്നത് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവച്ചിട്ട് നമ്മളങ്ങനെ കോരി ഒഴിച്ചിട്ട് കഴുകിയെടുക്കുമ്പോഴത്തേക്കും വെള്ളം അധികം ചിലവായി പോകത്തുമില്ല. അങ്ങനെ പാത്രമൊക്കെ അവിടെ കഴുകി നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. കറിക്ക് സാമ്പാറായിരുന്നു കേട്ടോ, കാരണം തലേന്ന് വൈകുന്നേരം ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കറി ഫ്രിഡ്ജിലിരിപ്പുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അങ്ങനെ ഇതേ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. സൗണ്ടൊന്നും ഓക്കെ ആയിട്ടില്ല കേട്ടോ, ചെറിയ തൊണ്ടവേദനയും തൊണ്ടയ്ക്ക് ഇതുപോലെ എന്തോ ഒരു അത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല തണുപ്പല്ലേ, അതിൻ്റെയൊക്കെ ഇതായിരിക്കാം, കാറ്റും ഒക്കെ അല്ലേ, അതിൻ്റേതാണെന്ന് തോന്നുന്നു. വിട്ടങ്ങോട്ട് മാറുന്നില്ല, കൂടെ അങ്ങ് കുറയും, പിന്നെയും അങ്ങ് രാത്രി ആകുമ്പോഴത്തേക്ക് വീണ്ടും ചുമയും തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഇത് ഉപ്പിലിടാൻ വേണ്ടിയിട്ടേ കുറച്ച് മുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ അരിഞ്ഞാണ് ഇടുന്നത്, ഇപ്പോൾ ചതച്ചിടാനായിട്ട് അപ്പോൾ പറഞ്ഞതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. 2-3 മുളകൊക്കെ അത്യാവശ്യം എങ്ങനെ ഇട്ടാലും ഇത് കയ്പുണ്ട് കേട്ടോ. എന്നാലും അച്ചാറിടാൻ പരുവാണോ ഞാൻ നോക്കി, നമുക്ക് കണ്ണിമാങ്ങ വെച്ചിട്ട് അച്ചാറിടത്തില്ലേ അവർ, അത് പറ്റത്തില്ല, നല്ല കയ്പുണ്ട്. അതുകൊണ്ട് ദേ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വാട്ട വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ മേൽഭാഗം ഒന്ന് ചെത്തി, ഞെട്ടിൻ്റെ ഭാഗം ഒന്ന്
ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് കീറി അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി അതിലേക്ക് ഇതേ നമ്മൾ ചതച്ച മുളകും ആവശ്യത്തിനുള്ള ഉപ്പും വിനാഗിരിയും പിന്നെ ഒരു ഇച്ചിരി വാട്ട വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. എന്നാലും കുഴപ്പമില്ല, എടുത്ത് ചോറിൻ്റെ കൂടെ എടുത്ത് ഒരെണ്ണം കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. എന്നാലും കയ്പ്പ് മാറത്തില്ല. ഞാൻ ഉപ്പിലിടുമ്പോൾ ഇച്ചിരി കായപ്പൊടി ചേർക്കാറുണ്ട്. എല്ലാം എന്ത് ഉപ്പിലിട്ടാലും കായപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ. ഉമ്മ അങ്ങനെ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ഒരു കമൻറ്റ് നമ്മൾ മുന്നേ ഇങ്ങനെ ചെയ്തപ്പോൾ ചോദിച്ചു, നിങ്ങളെന്തിനാ ഉപ്പിലിടുന്നതിന് കായപ്പൊടി ചേർക്കുന്നതെന്ന്. ഉമ്മ അവിടെ ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. അപ്പോൾ ഞാനും ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ചെറിയൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ദേ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളങ്ങ് എരിശ്ശേരി ആക്കി കേട്ടോ. കുറച്ച് വെള്ളം കൂടെയൊക്കെ കൂട്ടി വെച്ചിട്ട് എരിശ്ശേരി പരുവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മീൻകറിയൊക്കെ ആക്കി. പിന്നെന്താ നമുക്ക് ഞാൻ ഈ ചക്ക കിട്ടുന്നതിന് മുന്നേ തന്നെ കുറച്ച് ശീവക്കിഴങ്ങുണ്ടല്ലോ, അതായത് കൂർക്ക, അത് കുറച്ച് വെള്ളത്തിലിട്ട്, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് കുറേ ദിവസം മുന്നേ കിട്ടിയതായിരുന്നേ. അത് കുറച്ചും കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്തിട്ട് മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ആക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ, കാരണം എനിക്ക് പനി ആയതുകൊണ്ട് നമുക്ക് 2 ദിവസം നമ്മൾ യൂട്യൂബിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്തിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടിന്ന് വലിയ വീഡിയോ അല്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വീടിനകം തൂത്തുവാരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തുവാണ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത്. ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ബഹളം കേൾക്കുന്നില്ലേ, അത് പാത്തുവാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കൂർക്കയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ. കൂർക്ക നന്നാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ആയിരുന്നു. എനിക്കിത് എപ്പോൾ കയ്യിൽ കിട്ടിയാലും ഞാൻ അപ്പം ആലോചിക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ കൂർക്ക വൃത്തിയാക്കുന്നത്. അത് തപ്പിപ്പിടിച്ച് പോയി കാണുകയൊന്നും വേണ്ട കേട്ടോ. അത് വെറുതെ ചുമ്മാ ഒരു രസത്തിന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ആദ്യത്തെ വീഡിയോ. അപ്പോൾ എപ്പോൾ എനിക്ക് കൂർക്ക നന്നാക്കാൻ കിട്ടിയാലും ഞാൻ അതാട്ടോ ഓർക്കുന്നത്. ഒരുപാട് പ്രാവശ്യം ആ വീഡിയോ എടുത്തെടുത്ത് ഡിലീറ്റാക്കി വീണ്ടും എടുത്തെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ അപ്ലോഡാക്കിയത്. അതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഈ കൂർക്ക കിട്ടുമ്പോഴേ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ കയ്യിലധികം കറ. അപ്പോൾ അതും കൂടി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നേരെ അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ എന്നും പറയുന്നത് പോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അതേ തേങ്ങ അരച്ച് തോരത്തിനൊരു അരപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീനൊക്കെ പൊരിച്ച് കേട്ടോ.